ഇപ്പോൾ എ റഹീം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. എ റഹീം, ദൈവത്തിന്റെ പേരിൽ, അതായത് ദൈവനാമത്തിലല്ല, വിവിധ ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയാണ് നിലവിൽ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. പക്ഷേ അവരെ അയോഗ്യരാക്കിയിട്ടില്ല, അത്തരം ആവശ്യം അംഗീകരിച്ചിട്ടില്ല. പക്ഷേ അവരുടെ സത്യപ്രതിജ്ഞ നിലവിൽ ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. ഇതൊരു രാഷ്ട്രീയ പ്രാധാന്യത്തോടെ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് ഉയർത്തിയത് CPM ആണല്ലോ. ഇത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്, നിയമപ്രാധാന്യവുമുണ്ട്. കാരണം ഇത്തരം സത്യപ്രതിജ്ഞയെ സംബന്ധിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശമുണ്ട്. ഇന്ത്യ ഒരു സെക്കുലർ റിപ്പബ്ലിക് എന്ന നിലയിൽ അതിന് ഒരുപാട് മാനങ്ങളുണ്ട് ജനാധിപത്യത്തിൽ. മതനിരപേക്ഷ ഇന്ത്യയെ സംബന്ധിച്ചും വളരെ മാനങ്ങളുണ്ട്. BJP കുറെ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരം ഭരണഘടനാ മൂല്യങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്തു വരികയായിരുന്നു. അതിനേറ്റ വലിയ തിരിച്ചടിയാണ് ഇത്. BJPക്കും അതോടൊപ്പം തന്നെ ഇത്തരം ചിന്താഗതി പിന്തുടരുന്ന എല്ലാവർക്കുമുള്ള ഏറ്റവും ശക്തമായ ഒരു പ്രഹരമേൽപ്പിക്കാൻ CPIM നടത്തിയ നിയമ പോരാട്ടത്തിന് സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ CPIMന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ സഖാവ് SP ദീപക് CPIMന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ഈ നിയമ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്നു മുതൽ, ആ നിമിഷം മുതൽ തന്നെ ഇതിലെ ജനാധിപത്യ വിരുദ്ധതയും ഭരണഘടനാ വിരുദ്ധതയും ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. ഭരണഘടനയെയും ഭരണഘടനാ മൂല്യങ്ങളെയും പൂർണ്ണമായി കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നിഷ്ടപ്രകാരം ചെയ്ത നിയമവിരുദ്ധമായ നടപടിയാണ് ഇപ്പോൾ ഇതിലൂടെ സ്റ്റേ ചെയ്യപ്പെട്ടത്. BJPയുടെ മുഖത്തേറ്റ പ്രഹരാണ്. വീണ്ടും ഒരിക്കൽ കൂടി ഇതേ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരികയാണ്. ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുണ്ട്. ഡെപ്യൂട്ടി മേയറുണ്ട്, അതോടൊപ്പം തന്നെ ഇപ്പോൾ കാപ്പ കേസിൽ ജയിലിൽ കിടക്കുന്നയാളുണ്ട്. ഈ പറയുന്ന മുഴുവൻ പേരും നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, BJPക്ക് അധികാരം കിട്ടിയാൽ എന്തായിരിക്കും എന്നുള്ളതാണ്. BJPയുടെ അധികാരം കിട്ടിയാൽ അവർ ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യും, നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യും. അതെപ്പോൾ മുതലാണ്? അധികാരത്തിൽ വന്നിരിക്കുന്നതിന് മുമ്പ്, കസേരയിലേക്ക് ഇരിക്കുന്നതിന് മുമ്പ് സത്യപ്രതിജ്ഞാ നിമിഷം മുതൽ തന്നെ നിയമവിരുദ്ധമായ നടപടികളാണ് തിരുവനന്തപുരം നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ഞങ്ങൾ രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്നൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ വീഴ്ച ഉണ്ടായ സമയത്ത് തിരുത്താൻ സ്വയം തയ്യാറായില്ല? അപ്പോൾ തന്നെ അവർക്ക് വേണമെങ്കിൽ പിന്നീട് സത്യപ്രതിജ്ഞ ഒരിക്കൽ കൂടി നടത്താൻ വേണ്ടി സ്വയം സന്നദ്ധമാകാം. പക്ഷേ ആ തെറ്റിനെ വളരെ ശ്ലാഘിക്കുകയും അതൊരു തെറ്റല്ല എന്ന അഹങ്കാരത്തോടു കൂടി നിൽക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ BJP, തിരുവനന്തപുരം നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ നിയമവിരുദ്ധമായ നടപടികൾക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ്. 2, നഗരസഭ ഭരണം കിട്ടിയതിനു ശേഷം അവർ തിരുവനന്തപുരം നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന അഹങ്കാരത്തിനും അഹന്തയ്ക്കുമുള്ള അടിയാണ്. ഇത് രാജ്യത്തിന്റെ തന്നെ നീതിന്യായ ചരിത്രത്തിൽ റിമാർക്കബിളായ ഒരു ജഡ്ജ്മെന്റായി രേഖപ്പെടുത്തപ്പെടും. അത് വളരെ പ്രസക്തമാണ് എന്നുള്ളതാണ് ഈ കേരള ഹൈക്കോടതിയുടെ വിധിയെ. ഒരുപാട് തലങ്ങളുണ്ട്. അക്കാഡമിക് തലത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ ജനാധിപത്യത്തിന്റെ കാര്യത്തിലും വളരെ ദൂരവ്യാപകമായ, വളരെ സിഗ്നിഫിക്കന്റ് ആയ ഒരു റിമാർക്കബിളായ ജഡ്ജ്മെന്റാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് എന്റെ പക്ഷം. ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു. BJP എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ഇപ്പോഴെന്താണ് തിരുവനന്തപുരം നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നിയമവിരുദ്ധമായ കാര്യമാണ്. അതിനുള്ള നിയമപരമായ പ്രഹരം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതിപ്പോ സത്യപ്രതിജ്ഞയാണ് നിയമവിരുദ്ധമായി ചെയ്തതെങ്കിൽ ഇപ്പോൾ കൗൺസിൽ യോഗം ചേരാതെ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ സഭ. കൗൺസിൽ യോഗം ചേരാൻ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പറയുന്ന കാലാവധി കഴിഞ്ഞു. മനസ്സിലായില്ലേ? പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം നിശ്ചിത കാലയളവിനുള്ളിൽ യോഗം ചേരണം, കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കണം. പക്ഷെ ആ കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കാതെ വീണ്ടും പോവുകയാണ്. അപ്പോൾ ഈ കോടതി വിധിയിൽ നിന്ന് BJP പഠിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും തന്നെ നിയമത്തിന് അതീതരല്ല BJP എന്ന് BJP ഓർമ്മിപ്പിക്കുന്ന വിധിയാണ്. തീർച്ചയായും വ്യക്തമാണ്. വളരെ നന്ദി ശ്രീ എ റഹീം ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. ഇപ്പോൾ ചന്തു ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നിന്ന് തുടരുന്നുണ്ട്. ചന്തു, BJPയുടെ മുഖത്തേറ്റ പ്രഹരം എന്നാണ് നിലവിൽ എ റഹീം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത് തീർത്തും ശരി തന്നെയാണ്. നേരത്തെ തന്നെ ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഇത് ചൂണ്ടിക്കാട്ടിയപ്പോൾ BJP അത് അംഗീകരിക്കാനോ അത് തിരുത്താനോ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഒട്ടും തയ്യാറായിട്ടില്ല. പിന്നീടാണ് CPM ഇതിലൊരു നിയമ പോരാട്ടത്തിലേക്കൊക്കെ ഈ കാര്യങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യുന്നത്.